ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാപ്ടോപ്പ് ആൻഡ് നോട്ട്ബുക്ക് എന്ന മൈക്രോ കമ്പ്യൂട്ടേഴ്സിൻ്റെ ടൈപ്സിലായിരുന്നു കഴിഞ്ഞ ക്ലാസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് എന്നീ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. ഫസ്റ്റ് എന്താണ് ഹാർഡ്വെയർ എന്നുള്ളത് നോക്കാം. ഹാർഡ്വെയർ ഈസ് നത്തിങ് ബട്ട് ഫിസിക്കൽ അപ്പാരറ്റസ് or the machinery part of the computer, that is hard disk, floppy disk, etc. നമ്മൾ ഹാർഡ്വെയർ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. എന്താണ് ഹാർഡ്വെയർ എന്നുള്ളത് ചെറിയ ക്ലാസ് മുതൽ കമ്പ്യൂട്ടർ നമ്മൾ പഠിച്ച അന്ന് മുതൽ നമ്മൾ ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വരുന്നവരാണ്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കലായിട്ടുള്ള മെഷീനറി പാർട്ടിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്, അല്ലേ? അത് ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തിലാണ് വരുന്നത്? ഹാർഡ്വെയറിലാണ് വരുന്നത്. വെൻ പ്രോഗ്രാംസ് റൺ, ദേ നീഡ് ടു യൂസ് ദ കമ്പ്യൂട്ടേഴ്സ് മെമ്മറി, മോണിറ്റർ, ഡിസ്ക് ഡ്രൈവ്സ് ആൻഡ് അതർ ഡിവൈസസ് സച്ച് ആസ് പ്രിൻ്റർ, മോഡം, എക്സെട്ര, CD-ROM ഡ്രൈവ്. നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പാർട്സ് ആയിട്ടുള്ള മെമ്മറിയും അതേപോലെ മോണിറ്റർ, ഡിസ്ക് ഡ്രൈവ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ദി ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ പ്രോഗ്രാംസ് ആൻഡ് ഹാർഡ്വെയർ. പ്രോഗ്രാംസും ഹാർഡ്വെയറും ഇൻ്റർമീഡിയറിയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. Okay, in a computer network, the operating system also mediates between your computer and the devices on the network. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെയും അതർ ഡിവൈസസിൻ്റെ ഇടയിലുള്ള ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററായിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഹാർഡ്വെയറിനെ കുറിച്ച് പറയാനുള്ളത്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഈസ് നത്തിങ് ബട്ട് ഫിസിക്കൽ അപ്പാരറ്റസ് ഓർ ദ മെഷീനറി പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ, ദാറ്റ് ഈസ് ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, എക്സെട്ര. നെക്സ്റ്റ് ഈസ് എന്താണ് ഇൻപുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസസ് ആക്സെപ്റ്റ് ഡാറ്റ. നമുക്കറിയാം ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ യൂസർ, ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് റിട്ടേൺ പ്രോസസ്ഡ് ഡാറ്റ ബാക്ക് ടു ദി യൂസർ. The generic term devices refers to any piece of hardware. ഇൻപുട്ട് ഡിവൈസസ് നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലേ? ഇൻഫോർമേഷൻസും ഇൻസ്ട്രക്ഷൻസും എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് ഡിവൈസസിലൂടെ നമ്മൾക്ക് ആവശ്യമുള്ള റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ജനറലി ഇൻപുട്ട് ഡിവൈസസ് എന്നൊക്കെ പറയുന്നത് കീബോർഡ്, അതായത് ഹാർഡ്വെയർ തിങ്സ് തന്നെ. ഈ കീബോർഡ്, മൗസ്, ട്രാക്ക് ബോൾസ്, ജോയ്സ്റ്റിക്സ്, സ്കാനേഴ്സ്, ഡിജിറ്റൽ ക്യാമറാസ്, മൈക്രോഫോൺസ്, ഇതെല്ലാമാണ് മെയിനായിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. Computers would be useless if they did not provide means and interact with the user. They could not receive instructions or deliver the result for their work. Input devices accept data instruction from the user and output devices. നമുക്കറിയാം ഇൻപുട്ട് ഡിവൈസസ് നമ്മളിൽ നിന്ന് ഡാറ്റകളെ നമ്മളുടെ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള, നമ്മൾ എന്തിനു വേണ്ടിയാണോ ആ പ്രോഗ്രാം ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള റിസൾട്ട് ലഭിക്കാനാണോ ആ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഇൻഫോർമേഷൻസും ഡാറ്റാസും സ്വീകരിക്കുന്നത് ഏതാണ്? ഇൻപുട്ട് ഡിവൈസസിലൂടെയാണ്. ഓക്കെ, ദ മോസ്റ്റ് കോമൺ ഇൻപുട്ട് ഡിവൈസസ് ഈസ് ദ കീബോർഡ്. കീബോർഡാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് വിച്ച് ആക്സെപ്റ്റ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് കമാൻഡ്സ് ഫ്രം ദ യൂസർ. കീബോർഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്പേഴ്സ് ആൻഡ് കമാൻഡ്സ് ഫ്രം ദ യൂസർ. കമാൻഡ്സും ലെറ്റേഴ്സും നമ്പേഴ്സും എല്ലാം നമ്മൾ സ്വീകരിക്കുന്നത് ത്രൂ കീബോർഡിലൂടെയാണ്. അഡീഷൻ പീപ്പിൾ യൂസ് മൗസ്. നമ്മൾ മൗസും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻപുട്ട് ഡിവൈസസ് ആണ്. മൗസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വിച്ച് ലെറ്റ്സ് ദം ഡ്രോ ഓൺ ദ സ്ക്രീൻ ആൻഡ് ഗിവ് കമാൻഡ്സ് ബൈ മൂവിങ് ദ മൗസ് ഓൺ ദ ഫ്ലാറ്റ് സർഫസ് ആൻഡ് ഓർ പ്രസ്സിങ് ഇൻ ബട്ടൺസ്. നമ്മൾ ഡിസ്പ്ലേയിൽ കാണുന്ന, നമ്മുടെ മോണിറ്ററിൽ കാണുന്ന ബട്ടൺസ് അല്ലെങ്കിൽ കമാൻഡ്സിനെയോ
ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൗസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് ട്രാക്ക് ബോൾസ്, ജോയ് സ്റ്റിക്സ്, സ്കാനേഴ്സ് ഇതെല്ലാമാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ദ മൗസ് ആൻഡ് ട്രാക്ക് ബോൾ അലോ യു ടു ഡ്രോ ഓർ പോയിൻ്റ് ഓൺ ദ സ്ക്രീൻ. മൗസും ട്രാക്ക് ബോൾസും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മോണിറ്ററിൽ, നമ്മളെ സ്ക്രീനിൽ എന്ത് ചെയ്യാനാണ്, പോയിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു മോണിറ്ററിൽ കാണുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കമാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൗസും ട്രാക്ക് ബോളും ഉപയോഗിക്കുന്നത്. ഫോർ പ്ലേയിങ് ക്വിക്ക് മൂവിങ് വീഡിയോ ഗെയിംസ് ദ ജോയ്സ്റ്റിക്ക് ഈസ് എസ്പെഷ്യലി വെൽ സ്യൂട്ടഡ്. നമ്മൾ ഗെയിമുകൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോഴേക്കാണ് കൂടുതലായിട്ടും ജോയ് സ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. എ സ്കാനർ ക്യാൻ എ കോപ്പി പ്രിൻറ്റഡ് പേജ് ഇൻ ടു ദ കമ്പ്യൂട്ടർ മെമ്മറി, എലിമിനേറ്റിംഗ് ദ ലിമിറ്റഡ് കൺസ്യൂമിങ്. സ്കാനർ നമ്മളുടെ സോഫ്റ്റ് കോപ്പി ആയിട്ടുള്ളത് അല്ല ഹാർഡ് കോപ്പി ആയിട്ടുള്ളത് സോഫ്റ്റ് കോപ്പി ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്കാനർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇതിൽ കീബോർഡ്, ദ കീബോർഡ് റിസംബിൾസ് ദാറ്റ് എ ടൈപ്പ് റൈറ്റർ വിത്ത് അഡീഷണൽ കീസ് ടു ഹാൻഡിൽ കൺട്രോൾ ഫങ്ഷൻസ്. ദ കമ്പ്യൂട്ടർ കീബോർഡ് 3 കാറ്റഗറീസ്. 3 തരത്തിലുള്ള കീസാണ് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ ഉണ്ടാവുക. ഒന്ന് ആൽഫ ന്യൂമറിക് കീസ്, സ്പെഷ്യൽ കീസ്, ഫങ്ഷൻ കീസ്. ഇത്രയും 3 തരത്തിലുള്ള കീസാണ് നമ്മുടെ കീബോർഡിൽ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഔട്ട്പുട്ട് ഡിവൈസസ്. എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്നുള്ളതാണ്. ദ ഫങ്ഷൻ ഓഫ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് ടു പ്രസൻറ്റ് പ്രോസസ്ഡ് ഡാറ്റ ടു ദി യൂസർ. ദ മോസ്റ്റ് കോമൺ ഔട്ട്പുട്ട് ഡിവൈസസ് ആർ ദ ഡിസ്പ്ലേ സ്ക്രീൻ നോൺ ആസ് ദ മോണിറ്റർ ആൻഡ് ദ പ്രിൻ്റർ. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഡാറ്റ, നമ്മൾ നൽകിയിട്ടുള്ള ഇൻഫർമേഷൻ, ഡാറ്റകൾ അത് യൂസറിന് ആവശ്യമുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ മെയിനായിട്ടുള്ള എയിം. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ സ്ക്രീനാണ്, അതായത് മോണിറ്ററാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ പ്രിൻ്ററാണ്. ഓക്കെ, the computer sends output to the monitor when the user needs only to see the output. കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് എപ്പോഴാണോ യൂസറിന് ആ ഒരു ഔട്ട്പുട്ട് ആവശ്യമുള്ളത് അപ്പോൾ മാത്രമാണ്. ഇറ്റ് സെൻഡ്സ് ഔട്ട്പുട്ട് ടു ദി പ്രിൻ്റർ വെൻ ദ യൂസർ നീഡ്സ് എ പേപ്പർ ഓർ ഹാർഡ് കോപ്പി. ഇത് പ്രിൻ്ററിലോട്ട് യൂസർ സെൻഡ് ചെയ്യുന്നത് എപ്പോഴാണോ യൂസറിന് ആ ഒരു സോഫ്റ്റ് കോപ്പി, ഹാർഡ് കോപ്പി ആയിട്ട് ആവശ്യമുള്ളത് അല്ലെങ്കിൽ പേപ്പറിൽ ആവശ്യമുള്ളത്, അപ്പോൾ മാത്രമാണ് അത് പ്രിൻ്ററിലോട്ട് സെൻഡ് ചെയ്യുന്നത്. സം ടൈപ്സ് ഓഫ് ഹാർഡ്വെയർ ക്യാൻ ആക്ട് ആസ് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇതിൽ നമ്മളിപ്പോൾ ഇൻപുട്ട് ഡിവൈസ് പഠിച്ചു, ഔട്ട്പുട്ട് ഡിവൈസും പഠിച്ചു. ഇതിൽ കമ്പ്യൂട്ടറിൻ്റെ സം പാർട്സ് ഇൻപുട്ട് ഡിവൈസായിട്ടും ഔട്ട്പുട്ട് ഡിവൈസായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് അതിനുള്ള വൺ എക്സാമ്പിളാണ് ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള മോണിറ്റർ, അല്ലേ? വൺ എക്സാമ്പിൾ ഈസ് ദ ടച്ച് സ്ക്രീൻ, എ ടൈപ്പ് ഓഫ് മോണിറ്റർ ദാറ്റ് ഡിസ്പ്ലേസ് ബട്ടൺസ് യു ക്യാൻ ടച്ച്. ദ മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് ഡിവൈസ് പെർഫോം ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഹവർ ടച്ച് സ്ക്രീനുള്ള കമ്പ്യൂട്ടർ നമ്മളുടെ ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇൻപുട്ട് ഡിവൈസായിട്ട് നമ്മൾക്ക് ടച്ച് സ്ക്രീനിൽ നമ്മളുടെ കീബോർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ട് ഡിവൈസായിട്ട് നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമ്മളുടെ ഔട്ട്പുട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹവർ ആ ഒരു ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് എന്നുള്ളതാണ്. The most common types of devices that can perform both input and output, however, the communication devices which connect one computer to another process known as networking. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് നമ്മളിപ്പോൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. Among the many kinds of communication, the most common are modem.
ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ട്. അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് മോഡമാണ്. ഓക്കെ, ദ യൂണിറ്റ് ദ റിസംബിൾസ് എ ടി വി സ്ക്രീൻ വാട്ട് ഈസ് കാൾഡ് ദ മോണിറ്റർ ഓർ കോമൺലി നോൺ ആസ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത് ദ യൂണിറ്റ് റിസംബിൾസ് എ ടി വി സ്ക്രീൻ അല്ലേ. നമ്മൾ മോണിറ്ററിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേ സ്ക്രീനിനെയാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്ലേ അഡാപ്റ്റേഴ്സ് ക്യാൻ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ്, ഡിസ്പ്ലേ അഡാപ്റ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് റെസൊല്യൂഷൻ, കളർ, ഡിസ്പ്ലേ മോഡ്, ഇത്രയും കാര്യങ്ങളിലാണ് ഡിസ്പ്ലേ അഡാപ്റ്റേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ നോർമലി മോണിറ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത് 14, 15 ഓർ 17 ഇഞ്ചസ് ആണ്. ഓക്കെ, താങ്ക് യു.